ഹായ് മക്കളെ, നമുക്കറിയാം നീറ്റ് എക്സാമിന് എനിക്ക് കഷ്ടിച്ചൊരു മാസമൊക്കെ ബാക്കിയുള്ളൂ. ആൻഡ് ഈ സമയമാണ് നമ്മൾ അത്രയും ഇൻറ്റൻസീവായിട്ട് അത്രയും എഫേർട്സ് ഇട്ട് പഠിക്കേണ്ട ഒരു സമയം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ക്രാഷ് പ്രോഗ്രാം. അതായത് +1 +2 ഒക്കെ അങ്ങനെ നീറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ടൊന്നും പഠിക്കാത്ത കുട്ടികൾക്കും ഇനി ഇൻ കേസ് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ച കുട്ടികളാണെങ്കിൽ പോലും ആ ഒരു ലാസ്റ്റ് 1 മന്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഇൻറ്റൻസീവ് ആയിട്ട് നിങ്ങളുടെ +1 +2 ഉള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ക്രാഷ് പ്രോഗ്രാം. ആൻഡ് ഇവിടെ കോഴിക്കോട് സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസിൽ ക്രാഷ് പ്രോഗ്രാമിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ക്രാഷ് പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് +1 ആൻഡ് +2 പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സിനെയും വളരെ പ്രോപ്പർ ആയിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് അവർ ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട്, അതായത് ഓരോ മോഡ്യൂൾസ് ആക്കി തിരിച്ചിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ബൗണ്ട് ആയിട്ടാണ് ഈ ഒരു ക്രാഷ് പ്രോഗ്രാം അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെയാണ് സൈലത്തിന്റെ ക്രാഷ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സൈലം ക്രാഷ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാണ്ട് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലാണ് ഇവിടുത്തെ ക്രാഷ് പ്രോഗ്രാമിന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നമുക്കറിയാം, നീറ്റ് എക്സാമിന്റെ ലാസ്റ്റ് 1 മന്ത് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത്രയും എമൗണ്ട് ഓഫ് എക്സാംസ് നിങ്ങൾ എഴുതിയിരിക്കണം, അല്ലെങ്കിൽ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിലുള്ള അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് എക്സാംസ് നിങ്ങൾ എഴുതിയിരിക്കണം. സോ ഇവിടെ സൈലത്തിന്റെ ക്രാഷ് പ്രോഗ്രാമിന് നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സാം സീരീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. നന്നായി പഠിക്കുക. ഇത്തവണത്തെ നീറ്റ് എക്സാമിൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങിയിട്ട് നിങ്ങളുടെ ഡ്രീം മെഡിക്കൽ കോളേജിൽ നമുക്ക് MBBS ജോയിൻ ചെയ്യണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.